17,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായി അനിൽ അംബാനി. ഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ആസ്ഥാനത്ത് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. ഈ വിഷയത്തിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ അനിൽ അംബാനിക്ക് നോട്ടീസ് അയച്ചിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ജിഷ്ണു, പറയൂ. ഗൗതം, 17,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിയെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. ഇന്ന് 10 മണിക്ക് ശേഷമാണ് ഡൽഹിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്തേക്ക് ചോദ്യം ചെയ്യലിനായി അനിൽ അംബാനി എത്തിയത്. നേരത്തെ തന്നെ അനിൽ അംബാനിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് നൽകിയിരുന്നു. നേരത്തെയും കഴിഞ്ഞ 2 മാസങ്ങളിലായി അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും കമ്പനികളിലും ഒപ്പം ഓഫീസുകളിലുമെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുകയും രേഖകളും ഒപ്പം ഡിജിറ്റൽ ഉപകരണങ്ങളും എല്ലാം തന്നെ പിടിച്ചെടുത്തിരുന്നു. ഒപ്പം പ്രാഥമികമായ അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത് 2017 മുതൽ 19 വരെയുള്ള കാലയളവിൽ ഏകദേശം 3,000 കോടി രൂപയുടെ അനധികൃത വായ്പ വഴിമാറ്റിക്കൊണ്ട് തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. കൂടാതെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് 14,000 കോടിയിലധികം രൂപയുടെ വായ്പ തട്ടിപ്പ് നടത്തിയതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികളും. ഇത്തരം കാര്യങ്ങൾ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് റിലയൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ അനിൽ അംബാനിയോട് ഡൽഹിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയത്. ഇന്ന് 10 മണിക്ക് ശേഷമാണ് അനിൽ അംബാനി ഡൽഹിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്തെത്തിയത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ്. ഗൗതം, വ്യവസായി അനിൽ അംബാനിയെ ഡൽഹിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. ഇഡിയുടെ ആസ്ഥാനത്താണ് ഈ നിർണായകമായ ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 45 പാക്കറ്റുകളിലായി 12.8 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. കോഴിക്കോട് സ്വദേശി സുധീഷാണ് ബാങ്കോക്കിൽ നിന്ന് കഞ്ചാവുമായി എത്തിയത്. കസ്റ്റംസും DRIയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്.